എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ FUGPയുടെ രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷയ്ക്കുള്ള നോട്ടിഫിക്കേഷൻ വിളിക്കാൻ പോവുകയാണ്. ഈ കാര്യം വിദ്യാർത്ഥികൾ അറിയാതെ പോകരുത്. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലിലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്. തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ വളരെ സുപ്രധാനമായ ഒരു പ്രാധാന്യം അറിയിക്കുന്ന ഒരു അറിയിപ്പിലേക്ക് തന്നെ കടക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു എക്സാം തന്നെയാണ് FUGPയുടെ രണ്ടാം സെമസ്റ്റർ ബിരുദ പരീക്ഷ. അതിൻ്റെ രജിസ്ട്രേഷൻ ഈ മാസം അവസാനത്തോടെ തന്നെ വിളിക്കാൻ പോവുകയാണ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ഈ മാസം അവസാനത്തോടെ തന്നെ അതിൻ്റെ വിളിക്കും. അതിന് വ്യക്തമായി നമ്മളൊരു കാരണം പറയുന്നതെന്ന് വെച്ചാൽ, ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. 4ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ 2ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ നോട്ടിഫിക്കേഷനാണ് വിളിക്കാൻ ബാക്കിയുള്ളത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓഡ് സെമസ്റ്റർ പരീക്ഷകളായ 1, 3, 5 സെമസ്റ്റർ പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ വിളിക്കുന്നതും രജിസ്ട്രേഷൻ നടക്കുന്നതും ഒരു മാസത്തിലാകും. എക്സാം നടക്കുന്നതും ഒരു മാസത്തിലാകും. ഏതാണ്ട് ഒരു മാസത്തിനകം തന്നെ ഈ 3 പരീക്ഷയുടെ റിസൾട്ടും പ്രസിദ്ധീകരിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ ഈവൻ സെമസ്റ്റർ പരീക്ഷകളുടെ കാര്യം എടുത്താലും 2, 4, 6 സെമസ്റ്റർ പരീക്ഷകളുടെ രജിസ്ട്രേഷൻ ഏതാണ്ട് ഒരു മാസം അല്ലെങ്കിൽ 1.5 മാസത്തിന് ഇടവേളയിലാണ് നടക്കാറ്. ഇതിന് കാരണം നമ്മൾ നോക്കുമ്പോൾ ഈ മാസം എന്ത് ചെയ്തു, നമ്മൾ നോക്കുമ്പോൾ 6ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നു, രജിസ്ട്രേഷൻ അവസാനിച്ചു. ഇപ്പോൾ ഇതാ 4ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നു, രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഈ മാസം അവസാനത്തോടെ തന്നെ എന്ത് ചെയ്യും, 2ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ നോട്ടിഫിക്കേഷനും വിളിക്കാൻ പോവുകയാണ്. 2ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ നോട്ടിഫിക്കേഷനും വിളിക്കാൻ പോകുകയാണെന്നുള്ള ഒരു സുപ്രധാനമായ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു അറിയിപ്പാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. 2ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ നോട്ടിഫിക്കേഷനും യൂണിവേഴ്സിറ്റി വിളിക്കുകയാണ്. ആർക്കൊക്കെയാണ് ഇതിൽ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എടുത്തു പറയുന്ന ഒരു കാര്യം തന്നെയാണ്. 2019-നും 2023-നും ഇടയിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കായിരിക്കും ഇതിനായി അവസരം നൽകുക. 2019-നും 2024-നും ഇടയിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ഇപ്പം FUGPയുടെ 2ാം സെമസ്റ്റർ ബിരുദ പരീക്ഷ എന്ന് പറയുമ്പോൾ 2023 വരെ 24 അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളുമുണ്ട്. അപ്പോൾ 2019 മുതൽ 24 വരെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കായിരിക്കും ഇതിനായി അപേക്ഷിക്കാൻ സാധിക്കും. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കൃത്യമായി വിദ്യാർത്ഥികൾ അത് ഓർത്തിരിക്കുക. അത് നമ്മുടെ ചാനലിൽ തന്നെ കൃത്യമായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ ഈ വിവരം ഇങ്ങനെ രജിസ്ട്രേഷൻ ഉടൻ തുടങ്ങാൻ പോകുന്നു. ഇപ്പം FUGPയുടെ തംബ്നെയിൽ ഇടുന്നേ ഉള്ളൂ. സെക്കൻഡ് സെമസ്റ്റർ എന്ന് പറയുമ്പോൾ റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് വിദ്യാർത്ഥികളും കൂടി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ FUGPയുടെ നിങ്ങളുടെ റെഗുലർ വിദ്യാർത്ഥികൾക്കൊപ്പം നിങ്ങളുടെ സപ്ലിമെൻ്ററിയും ചെയ്യുന്നവരും അതുപോലെ തന്നെ ഇമ്പ്രൂവ് ചെയ്യുന്നവരും ഒക്കെ എന്ത് ചെയ്യും, ഇതിൽ നിങ്ങളുടെ കൂട്ടത്തിൽ കാണും. അതുകൊണ്ട് തന്നെ അവർക്കും ഈ വിവരം അറിയാൻ വേണ്ടിയാണ് ഇത് ഉടൻ തന്നെ വിളിക്കാൻ പോകുന്ന ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനാണ് 2ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ. 2ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വിളിക്കുമെന്നൊരു വിവരം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കാനാണ് ഈ വീഡിയോ ചെയ്തത്. 2ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ വിളിക്കുന്നുള്ളത്. അതിന് 2019 മുതൽ 2024 വരെ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കായിരിക്കും ഇതിനായി രജിസ്ട്രേഷൻ ചെയ്യാൻ അവസരമൊരുക്കുക. അപ്പോൾ ഈ രജിസ്ട്രേഷൻ തുടങ്ങുമ്പോൾ തീർച്ചയായും നിങ്ങളിലേക്ക് കൃത്യമായി ഇൻഫോം ചെയ്യും. അതിനുവേണ്ടി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് നോട്ടിഫിക്കേഷൻ ബെല്ലിലേക്കുള്ള ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി കാണുന്നവരെ, മൈ നെയിം ഇസ് Scray, the founder of Scray for the Career Guide. Thanks for watching. Bye.